80കളുടെ അവസാനവും 90കളിലുമൊക്കെ ക്രിക്കറ്റ് കളി കണ്ടിരുന്നവർക്ക് അറിയാമായിരുന്ന ഒരു കാര്യമുണ്ട്. ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ജയിച്ചിരുന്ന ഒരു കാലം. ഒരുപക്ഷെ റൂമിൽ നിന്ന് ഒരാൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന റൂമിൽ നിന്ന് ഒരാൾ പുറത്തു പോയാലോ, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിൽ വെള്ളത്തിന്റെ ബോട്ടിൽ താഴെ വെച്ചാലോ, ഇരിക്കുന്ന കസേരയുടെ പൊസിഷൻ മാറിയാലോ ഒക്കെ വിക്കറ്റ് പോകുന്ന ഒരു കാലം അന്ന് കളി കണ്ടിരുന്നവർ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ? പക്ഷെ ഈ അടുത്ത 2 ദിവസത്തെ ഓസ്ട്രേലിയ ഇന്ത്യ സീരീസ് കണ്ടപ്പോഴാണ്, T20 സീരീസ് കണ്ടപ്പോഴാണ് ഇന്ത്യ ഒരു വിജയിക്കുന്ന ടീമായി മാറി. നമുക്കിപ്പോൾ അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. ഇപ്പം എൻ്റെ ഓർമ്മകൾ ആ ഒരു 90s ക്രിക്കറ്റ് ഗെയിമിലേക്ക് പോയപ്പോഴാണ്, പ്രത്യേകിച്ച് 92 ട്രൈ സീരീസ് വേൾഡ് കപ്പിന് മുമ്പായിട്ട് നടന്ന ട്രൈ സീരീസ് ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ വേൾഡ് കപ്പിലും ഒക്കെ ഇന്ത്യയുടെ ഒരു പെർഫോമൻസിനെയൊക്കെ കുറിച്ച് ഓർത്തു. അതുപോലെ തന്നെ അന്ന് കളി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർത്തു. ഇന്നത്തെ കളികളൊക്കെ ഈ പറയുന്ന പോലെ ഓസ്ട്രേലിയൻ ടൈമിംഗ് ആയിരുന്നുകൊണ്ട് തന്നെ രാവിലെ 4 മണിക്കൊക്കെ നമ്മൾ എഴുന്നേറ്റ് ഒരു കൂട്ടം ക്രിക്കറ്റ് കളിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒത്തുകൂടി കളി കാണുകയും, പക്ഷേ മിക്കവാറും കളികളിലൊക്കെ ഇന്ത്യ തോക്കുന്ന സമയത്ത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ ഒരാളാണ് ഞാനും. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായി, പിന്നീട് വന്ന ഇന്ത്യൻ ടീമിന് പോസിറ്റീവായിട്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായി ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശരത്താണ്. ശരത് പ്രൊഫഷണലി ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് 15 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ക്രിക്കറ്റിന്റെ തലസ്ഥാനമായ തലശ്ശേരിയിൽ നിന്നാണ് ശരത് വന്നിട്ടുള്ളത്. പല ക്രിക്കറ്റ് മഹാരഥന്മാരുടെയും ബയോഗ്രഫികൾ വായിക്കുകയും ക്രിക്കറ്റിനെ വളരെ സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് ശരത്. വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. ശരത്, ഞാൻ ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ശരത്തിനോട് പറഞ്ഞപ്പോൾ ശരത്തിനോട് ഏകദേശം മനസ്സിലൊരു ഐഡിയ ഉണ്ടായി കാണുന്നു. അതായത് ഞങ്ങൾ 90കളിലൊക്കെ കാണുമ്പോൾ ക്രിക്കറ്റ് കളി പണ്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ഒരു വിഷമമായിരുന്നു. ഇന്ത്യൻ ടീം തോറ്റുപോകുന്ന കളികൾ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കളിയിൽ തോറ്റുപോകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു. ഇപ്പം പാകിസ്ഥാനെ പോലുള്ള ഒരാൾക്കാരോട് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സുകൊണ്ട് നമുക്ക് എപ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഒരു അഗ്രഷനോ അല്ലെങ്കിൽ ഒരു അപ്പർ ഹാൻഡോ ഒന്നും ഒരിക്കലും ഇല്ല. എന്തോ ഒരു പേടിയുള്ള പോലെ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവുള്ള ഒരു ടീമായിരുന്നു ഇന്ത്യ. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. 1983 നമ്മൾ വേൾഡ് കപ്പ് വിജയിച്ചു. അതിനു മുമ്പ് ഈ പറയുന്ന പോലെ പ്രസന്നയുടെയും വെങ്കട്ട് രാഘവന്റെയും ബിഷൻ സിംഗ് ബേദിയുടെയും ഒക്കെ കാലഘട്ടത്തിലെ നമ്മുടെ സ്പിൻ ബോളിങ്ങിനെയൊക്കെ പേടിച്ചിരുന്ന കാലമുണ്ട്. 85 ബെൻസൺ ആൻഡ് ഹെഡ്ജർ സീരീസിൽ നമ്മൾ ആ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുക, അങ്ങനെയുള്ള കുറെ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ ഒരു ടീമിന് മൊത്തത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു? നമ്മള് അരന്തേട്ടൻ പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ന് കളി കണ്ടതാണ്. ഇന്ന് കളിയുടെ ഫിനിഷിങ് നമ്മൾ കണ്ടതാണ്. ലാസ്റ്റ് ഒരു ഓവറിൽ നമുക്ക് ജയിക്കാൻ വേണ്ടിയിരുന്ന 12 റൺസ്. സ്പേസിലുണ്ടായിരുന്നത് ശ്രേയസ് അയ്യറും ഹാർദിക് പാണ്ഡ്യയും. വളരെ ക്ലിനിക്കൽ ആയിട്ടൊരു ഫിനിഷിംഗ് ആയിരുന്നു. 2 ബോള് ബാക്കി നോക്കിയാൽ 1 വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ 2 സിക്സും 1 ഡബിളും എടുത്തിട്ട് വളരെ ക്ലിനിക്കൽ ഫിനിഷിംഗ് എന്ന് പറയുന്നത് നമുക്ക് 20-25 വർഷം മുന്നേ നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റാത്ത ഒരു ഫിനിഷിംഗ്. അത് ഇപ്പൊ അതൊരു റുട്ടീനായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് എന്നല്ല, വേൾഡ് ക്രിക്കറ്റിൽ തന്നെ ഫിനിഷേഴ്സ് അല്ലെങ്കിൽ മിഡിൽ ഓർഡറിലെ ഫിനിഷേഴ്സ് പ്രൊഫഷണലി അവതരിച്ച ഒരു കാലഘട്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ 90കളിൽ ആണല്ലോ നമ്മളെല്ലാവരും ക്രിക്കറ്റ്, ഇപ്പൊ ഞാനായാലും അരുന്തേട്ടനായാലും നമ്മളെല്ലാം ക്രിക്കറ്റ് സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 90കളാണ്. 80കൾ നമ്മുടെ അല്ലെങ്കിൽ ടെലിവിഷന്റെ ഒക്കെ വരവിന് മുന്നേ അല്ലെങ്കിൽ വരവിന്റെ ആ സമയത്തുള്ള കളികളൊക്കെ ആയിരുന്നു. 83 ആണെങ്കിലും 87 ആണെങ്കിലും അതൊക്കെ നമുക്ക് ഒരു ചെറിയ അങ്ങനെ ഒരു വ്യക്തമായ ഒരു ഓർമ്മയൊന്നുമില്ല, കേൾവികൾ മാത്രം. അപ്പൊ നമ്മൾ കൂടുതൽ ക്രിക്കറ്റിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷകരാകുന്നതും കാണാൻ നമുക്ക് ചാനലുകളിലേക്ക് വരുന്നതൊക്കെ 90സിലാണ്. അപ്പൊ 90സിൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്നത് അന്നൊരു ടീം ഗെയിം എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതാനും ചില പ്ലേയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട്, അത് പേരെടുത്ത് പറഞ്ഞ സച്ചിൻ ടെണ്ടുൽക്കർ അല്ലെങ്കിൽ അസറുദ്ദീൻ, ജഡേജ ഇത്യാദി, അല്ലെങ്കിൽ ഇടക്ക് വന്ന് മിന്നിത്തെളിഞ്ഞ ഒരു വിനോദ് കാംബ്ലിയെ പോലത്തെ ആരെങ്കിലും കുറച്ച് പേര് മാത്രമായിരുന്നു നമുക്ക് രക്ഷകരെന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ടോട്ടാലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെക്കാട്ടുള്ള ഉപരിയായിട്ട് നമുക്ക് ശ്രീകാന്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ നന്നായി കളിക്കുന്ന ആൾക്കാരും അവരുടേതായ ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് തിളങ്ങുകയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു.
അതെ അതെ കറക്റ്റ് ആണ്. നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് നമുക്ക് 80s മുന്നിലേക്ക് നമുക്ക് പോകണ്ട. ഓക്കെ, 83 മുതൽ ഇങ്ങോട്ടേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് സുനിൽ ഗവാസ്കർ, പിന്നെ മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം സണ്ണി ഗവാസ്കർ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ സണ്ണി ഗവാസ്കറിന്റെ ഒരുപാട് വീരോചിതമായ ഇന്നിങ്സുകൾ പിന്നെ വെസ്റ്റ് ഇൻഡീസിൽ പോയിട്ട് മാൽക്കം മാർഷലിനെ ബൗൺസിലെ പിച്ചിൽ നേരിട്ടതിന്റെ കഥകൾ അവർ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം വ്യക്തിഗതമായ ഇന്നിങ്സുകളും അല്ലെങ്കിൽ മികവുകളും ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് രണ്ട് ദശാബ്ദങ്ങൾ 80s ആണെങ്കിലും 90s ആണെങ്കിലും ഒരു സുലഭമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആസ് എ ടീം ഗെയിം ഇന്ത്യ ഒരിക്കലും ഡിപ്പെൻഡബിൾ ആയിരുന്നില്ല. നമുക്ക് കാണികൾക്ക് ഒരിക്കലും ഒരു ഡിപ്പെൻഡബിലിറ്റി ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ ടീമിനെ കുറിച്ച് ഇപ്പൊ പറയുന്ന പോലെ ഏത് ടീമിനോടും ജയിക്കുകയും ഏത് വലിയ ടീമിനോടും ജയിക്കുകയും അതേപോലെ ഏത് ഒരു സിംബാബ്വേയോട് അല്ലെങ്കിൽ കെന്യയോടും തോക്കുകയും ഏത് ദിവസവും തോക്കുകയും ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു ഒരു ടീമായിരുന്നു ഇന്ത്യ. അത് നമ്മൾ നേരത്തെ അരവിന്ദ് പറഞ്ഞ പോലെ നമ്മൾ ഇരുന്നിടന്ന് എണീക്കാതെ പിന്നെ കുടിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് മാറ്റി വെക്കാതെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു, ഒരു വിക്കറ്റും പോകാതെ നമ്മൾ കാത്തിരുന്ന് ഓരോ ജയവും നമ്മൾ സൂക്ഷ്മമായിട്ട് നമ്മളെയും കൂടെ എഫേർട്ട് കൊണ്ട് നേടിയെന്ന പോലെ. കാര്യം നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു മിഡിൽ ഓർഡറിൽ ഒരു പ്രൊഫഷണൽ ഫിനിഷേഴ്സ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അതിനെക്കാട്ടൊക്കെ ഉപരി നമുക്ക് നോക്കേണ്ടത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല, നമുക്ക് നോക്കേണ്ടത് ഈ ക്രിക്കറ്റിൽ 11 ആൾക്കാരെയും നയിക്കാൻ ഒരു ക്യാപ്റ്റൻ. നമ്മൾ ചരിത്രം നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 80s-ലും 70s-ലും ആണ് ക്രിക്കറ്റ് പവർ ഹൗസ് ആയിട്ട് വെസ്റ്റ് ഇൻഡീസ് വരുന്നത്. അതിന്റെ മുന്നേ ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു, ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, അതാത് കാലഘട്ടങ്ങളിൽ. പക്ഷെ ഒരു പേസ് ബാറ്ററിയെ പിന്നെ ക്രിക്കറ്റിന്റെ ലോകത്ത് മുന്നേ അവതരിപ്പിക്കുന്ന 5 മികച്ച പേസ് ബോളേഴ്സിനെ അവതരിപ്പിച്ചുകൊണ്ട് ക്രിക്കറ്റ് ലോകത്തേക്ക് കടന്നു വരുന്ന വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു ശരിക്കും വേൾഡ് ക്രിക്കറ്റിൽ ഒരു വലിയൊരു ചേഞ്ചസ് കൊണ്ടുവന്നത്. അന്ന് വെസ്റ്റ് ഇൻഡീസിനെ നയിക്കാൻ ക്ലൈവ് ലോയിഡ് ഉണ്ടായിരുന്നു. നീണ്ട 10 വർഷം, 75 മുതൽ 85 വരെ നീണ്ട കാലയളവിൽ ക്ലൈവ് ലോയിഡ് എന്ന മികച്ച ക്യാപ്റ്റന്റെ കീഴിലായിരുന്നു വെസ്റ്റ് ഇൻഡീസ്. അതേപോലെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 95 മുതൽ 2005 വരെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിച്ചിരുന്ന സ്റ്റീവോ എന്ന അമാനുഷികമായ ക്യാപ്റ്റന്റെ കീഴിലായിരുന്നു. അതിനുശേഷം റിക്കി പോണ്ടിങ് വന്നു. നമ്മൾ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഹാൻസി ഗ്രോണിയ എന്ന മികച്ച ക്രിക്കറ്റ് അവസാനം ബെറ്റിംഗ് സ്കാമിലൊക്കെ പെട്ട് അതൊരു ദുരന്തം പര്യവസാനം ആയിരുന്നെങ്കിലും പക്ഷെ നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് ടീമാണെങ്കിലും ക്രിക്കറ്റ് ടീമാണെങ്കിലും മികച്ച ക്യാപ്റ്റന്റെ കീഴിൽ മാത്രമേ നമുക്ക് ആ ടീമിന് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് നമ്മൾക്ക് ശരിക്കും നമ്മളത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ഒരു ലെവലിന് അപ്പുറത്തേക്ക് ഒരു ടീമിനെ കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഒരു 5 പ്ലേയേഴ്സ് ആയാലും 10 പ്ലേയേഴ്സ് ആണെങ്കിലും ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾസ് ആണ് ഈ 3 പേര്. അവിടെ ഒരു 90s-ന്റെ എൻഡിൽ അവസാനത്തെ ഒരു ചേഞ്ചാണ്, ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ വന്നൊരു ചേഞ്ചാണ് ശരിക്കും ഈ വന്ന മാറ്റങ്ങൾക്കെല്ലാം തുടക്കം. നമുക്ക് ആ മാറ്റത്തിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കാം. ആ ഒരു മാറ്റം എങ്ങനെയാണ്? അപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ ഒരു മാറ്റം വരുന്നത് സൗരവ് ഗാംഗുലി വന്നതിന് ശേഷമാണ്. ഒരു ക്യാപ്റ്റന്റെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾ. അതിനു മുമ്പും ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം പട്ടോഡി മുതൽ ഇങ്ങോട്ട് കപിൽ ദേവും ഒക്കെ അതിന്റെ നമുക്ക് ഒരുപാട് ക്യാപ്റ്റൻസ് അതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ സൗരവ് ഗാംഗുലിയാണ് ആ ഒരു ലാംഗ്വേജ് ആദ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം സൗരവ് ഗാംഗുലിയുടെ തന്നെ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഇപ്പൊ ഈ പറയുന്ന പോലെ പാർട്ടിക്കൊക്കെ പോകുന്ന യുവരാജിനെ എങ്ങനെയാണ് അയാൾ മെരുക്കിയെടുത്തത്, ടീമിന് വേണ്ട ഒരാളെ ഒരു ടിപ്പിക്കൽ ക്യാപ്റ്റനെ പോലെ ചീത്ത വിളിക്കാതെ അയാളൊരു ചെറുപ്പക്കാരനാണെന്നും അയാൾക്ക് അയാളുടേതായ രീതികളുണ്ടെന്നും മനസ്സിലാക്കി അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്ന ഒരു രീതി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം യുവരാജിനോട് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ള ആ ടീമിലുള്ള 11 പേര് അല്ലെങ്കിൽ മൊത്തം ടീമിലുള്ള 20 പേരോടും അതേ ലാംഗ്വേജ് തന്നെ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. എങ്ങനെയാണ് സൗരവ് ഗാംഗുലി ഇതിലേക്കൊരു ചേഞ്ച് കൊണ്ട്? ഇതില് നമുക്ക് ഇതൊരു ഗാംഗുലി നമുക്കൊരു ശരിക്കും ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു കേസ് സ്റ്റഡി എന്ന് പറയാം. എന്ന് വെച്ചാല് ഈ ആഫ്രിക്കൻ ഒരു പ്രൊവേർബ് ഉണ്ട്, സിംഹം നയിക്കുന്ന ഒരു ആട്ടിൻകൂട്ടത്തിനെ ഒരു ആട്ടിൻകുട്ടി നയിക്കുന്ന സിംഹക്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്. മനസ്സിലായോ? 10 പേരും ആട്ടിൻകുട്ടികളാണെങ്കിലും നയിക്കുന്നത് ഒരു സിംഹമാണെങ്കിൽ മറുഭാഗത്ത് 10 സിംഹങ്ങൾ നയിക്കുന്ന ഒരു ആട്ടിൻകുട്ടി ആയിട്ടുള്ള ഒരു എതിരാളി അവർക്ക് ജയിപ്പിക്കാൻ പറ്റും. കാര്യം
അവർക്ക് തോൽപ്പിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അവിടെ സിംഹമാണ് നയിക്കുന്നത്. ശരിക്കും 90കളിൽ നമ്മൾ കണ്ടത് നമ്മൾക്ക് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് തലയുയർത്തി നിൽക്കാൻ ഒരു സ്ട്രാറ്റജിസ്റ്റോ അല്ലെങ്കിൽ ഒരു 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 സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ നമുക്കുണ്ടായിരുന്നു. അസറുദ്ദീൻ എന്ന് പറഞ്ഞ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ ആയിരുന്നു പുള്ളിക്ക്. നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചിട്ട് എടുക്കാൻ സ്ട്രാറ്റജി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും പറയാനൊന്നുമില്ല. ഹി വാസ് എ വെരി ടിപ്പിക്കൽ ക്യാപ്റ്റൻ. അതിന്റെ ആ ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ നമ്മൾ ശരിക്കും ക്രിക്കറ്റ് കാണികളും ശരിക്കും നമ്മൾ വളരെ ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഒരു മാറ്റം വരുന്നില്ല അങ്ങനെയൊക്കെ. അപ്പോഴാണ് ബെറ്റിംഗ് സ്കാം വരുന്നതും എല്ലാം തല കീഴായി മാറിയുന്നതും. അപ്പോൾ അതിനുശേഷമാണ് ഗാംഗുലിയെ ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നത്. ഗാംഗുലി ക്യാപ്റ്റനായിട്ട് വന്നപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. കാര്യം ഗാംഗുലിയുടെ കയ്യിൽ പിന്നെ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല, റിസോഴ്സുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങളായിട്ട് തുടർന്ന് വരുന്ന സോണൽ സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ടായിരുന്നു BCCIയുടെ. അപ്പൊ അന്ന് എല്ലാ സോണിൽ വെച്ചിട്ടും ഓരോ ആളെ പിന്നെ സെലക്ട് ചെയ്യണം ഒരു മാൻഡേറ്ററി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ സ്കില്ലിനെക്കാട്ടും കൂടുതൽ ഓരോ സോണിലുള്ള ബോർഡും ഒരു പ്ലെയറെ അവർ കൊടുക്കും. അവരെ വെച്ചിട്ടാണ് ഇന്ത്യൻ ടീം ചെയ്തത്. അതായത് ശരത്, ഞാനത് ഇടപെട്ടോട്ടെ. അതായത് അന്നത്തെ രീതിയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സോണിൽ നിന്നും ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മള് ഇപ്പം സൗത്ത് സോൺ ആണെങ്കിൽ സൗത്തിൽ നിന്ന് 2 പേര് വരും, നോർത്ത് സോണും ഈസ്റ്റ് സോണും. അതെ കറക്റ്റ് അതാണ്. അപ്പൊ ഈ സോണൽ സെലക്ഷൻ സിസ്റ്റം എന്നൊരു സിസ്റ്റമാണ് അതിന് മുന്നേ ഒരു 20-30 വർഷമായിട്ട് ഒരു ഗവൺമെന്റ് സംവിധാനമായിരുന്നു. എല്ലാ സോണിലും ഇപ്പം സൗത്ത് സോണിൽ നിന്ന് പിന്നെ ഒരു രാമൻ പോകും, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും വിടും. പക്ഷെ അതിനൊന്നും ഒരു ഫിൽറ്ററിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ ക്യാപ്റ്റന്റെ ഇടപെടലോ ഒന്നുമില്ല. അവര് അതാത് ബോർഡുകൾ BCCIക്ക് കൊടുക്കുന്ന ക്യാപ്റ്റൻ പ്ലേയേഴ്സിന് അവരുടെ സ്കില്ല് വെച്ചിട്ട് അളന്നിട്ട് മാത്രമേ അവർക്ക് അതിൽ ക്യാപ്റ്റന്റെ ഇടപെടലുകളും വളരെ ലിമിറ്റഡ് മാത്രമായിരുന്നു. ഗാംഗുലി ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഗാംഗുലിയുടെ കൂടെ വേറൊരു ലെജൻഡ് കൂടെ അവിടെ അവതരിച്ചു. അതാണ് ജോൺ റൈറ്റ്. നമ്മുടെ ഹിസ്റ്ററിയിൽ ഒന്നുകിൽ എഴുതാത്തതോ അല്ലെങ്കിൽ എഴുതാൻ മറന്നുപോയതോ ആയ ഒരു പേരാണ്. ശരിക്കും അതൊരു ഒരു മാറ്റം കൊണ്ടുവന്നൊരു ഒരു വ്യക്തി എന്ന നിലയിൽ ശരിക്കും പിന്നെ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഹിസ്റ്ററി എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ എഴുതേണ്ട പേരാ ജോൺ റൈറ്റിന്റെ പേര്. കാര്യം ജോൺ റൈറ്റ് ആണ് ആദ്യമായിട്ട് ഫോറിൻ കോച്ച് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ അന്ന് ഒരുപാട് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഇതുണ്ടായിരുന്നു, പിന്നെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു ഫോറിൻ കോച്ചിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ഫോറിൻ കോച്ചിനെ കൊണ്ടുവന്നു, അതൊരു വലിയ മാറ്റമായിരുന്നു. അപ്പം ആദ്യമായിട്ട് അവർ ചെയ്തെന്ന് വെച്ചാൽ ഈ സോണൽ സെലക്ഷൻ പ്രോസസ് എന്ന സംഭവത്തിന് അവർ എടുത്തു കളഞ്ഞു. അതിന് ഒരുപാട് പിന്നെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഗാംഗുലി ഇതില് സെലക്ഷൻ പ്രോസസ്സിൽ കൂടുതൽ ഇടപെട്ട് തുടങ്ങി. അതുവരെ ഇല്ലാതിരുന്ന ഫിസിക്കൽ ഫിറ്റ്നസ്, അതുപോലെ മെന്റൽ കണ്ടീഷനിങ് ഇത്യാദി സാധനങ്ങളൊക്കെ ടീമിലേക്ക് വന്നു തുടങ്ങി. പ്രൊഫഷണലിസം അതിന്റെ എല്ലാ റൂത്ത്ലെസ്നെസ്സോട് കൂടിയിട്ടും കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനായ അല്ലെങ്കിൽ അതിന് ഇൻസ്ട്രുമെന്റൽ ആയ ഒരു ക്യാപ്റ്റനായിരുന്നു ഗാംഗുലി. കൊണ്ടുവന്ന യങ് ടാലൻസ് യുവരാജ്, കേഫ്, സെവാഗ് ഇവരെ എല്ലാം അവതരിപ്പിച്ചത് ഗാംഗുലി എന്ന ഒരു ക്യാപ്റ്റന്റെ ഇടപെടലുകളാണ്. അതുകൂടാണ്ട് പിന്നെ ഒരുപാട് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ അനലിസ്റ്റ് ആദ്യമായിട്ട് വരുന്നത് പിന്നെ ഈ 2001 നമുക്ക് അതൊരു വീഡിയോ അനലിസ്റ്റ് സംഭവം ഉണ്ടായിരുന്നില്ല. റാംകി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. നമ്മള് വീഡിയോ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് കളികള് മറ്റുള്ളവരുടെ സ്റ്റൈലും അല്ലെ നമ്മൾ കളിച്ച കളികളും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ ബേസിസിൽ പെർഫോമൻസ് ഇംപ്രൂവ് ഇവാലുവേറ്റ് ചെയ്യുക, അത് തന്നെയല്ലേ? അതൊരു നട്ട്ഷെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ഒരു ചെറിയ നട്ട്ഷെല്ല് പറഞ്ഞാൽ അതാണ്. പക്ഷെ അതിനെക്കാട്ടും നമുക്ക് ചിന്തിക്കുന്നതിനെക്കാട്ടും എത്രയോ അപ്പുറമാണ് ഒരു വീഡിയോ അനലിസ്റ്റ്. മിസ്റ്റർ റാംകി എന്ന് പറഞ്ഞത്, രാമകൃഷ്ണൻ എന്നാണ് പേര്, പുള്ളി റാംകി എന്ന് അറിയപ്പെടുന്നത്. ഈ റാംകി ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വീഡിയോ അനലിസ്റ്റ്. റാംകിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ പോയിന്റിൽ ഫീൽഡ് ചെയ്യുന്ന യുവരാജ് ആണെങ്കിൽ, ബാറ്റ് ചെയ്യുന്ന സ്റ്റീവോ ആണെങ്കിൽ, സ്റ്റീവോയുടെ ഏത് ഷോട്ടാണ് പോയിന്റിലേക്ക് വരുന്നത് എന്ന് ആ അനലിസ്റ്റ് വ്യക്തമായി പഠിക്കുകയും അത് ഏത് ബോൾ ചെയ്താലാണ് ഈ ബോൾ പോയിന്റിലേക്ക് വരുന്നതെന്നും യുവരാജിനോടും ഈ ബോളറോടുമുള്ള കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ അടുത്ത ബോൾ വരുന്നത് ഗുഡ് ലെങ്സിൽ നിന്ന് ഔട്ട് സ്വിംഗർ ആയിട്ട് വരുന്ന ബോൾ ആയിരിക്കുമെന്ന് ഉള്ള മെസ്സേജ് ബോളർ കൊടുക്കുകയും അപ്പൊ അവിടെ പോയിന്റിൽ യുവരാജ് റെഡിയായി നിൽക്കും. ഇതാണ് പ്രൊഫഷണലിസത്തിന്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത്. ഇവിടെ പാരലലി അവിടെ ഒരു സ്റ്റോറി നടക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് കാണുന്ന ഒരു വ്യൂ എന്ന് വെച്ചാൽ നേരെ ഒരു ക്യാമറ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് വ്യൂവിൽ നിന്നാണ് ഇത് കാണുന്നത്. നമുക്കൊന്നും മനസ്സിലാവില്ല. ഒരു ബോൾ ചെയ്യുന്നു, ഒരു ഷോട്ട് എടുക്കുന്നു, ആള് ക്യാച്ച്
യുവരാജ് റൈറ്റിലേക്ക് ഫുൾ ലെങ്ത് ഡൈവ് ചെയ്യുന്നു, എയർന്ന് ക്യാച്ച് എടുക്കുന്നു. എന്നിട്ട് ഒന്നും സംഭവിച്ചല്ലോ, അവൻ ഷോട്ട് കളിച്ചു, ഇവൻ ക്യാച്ച് എടുത്തു. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ഹോംവർക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞത് അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്രയും എഫേർട്ടാണ്. ആ ഒരു ചേഞ്ചാണ് നമ്മൾ ഈ പറഞ്ഞ 90s വന്നത്. അതുവരെ ഇല്ലാത്തതും അന്ന് തുടങ്ങിയതുമായ ഒരു ചേഞ്ച് അതായിരുന്നു വീഡിയോ അനലിസം. അതുകൂടാണ്ട് മെന്റൽ ആൻഡ് ഫിസിക്കൽ കണ്ടീഷനിങ് എന്ന സംഭവം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 80കളിലും 90കളിലും ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഫിറ്റ്നസിന്റെ എത്ര ഫിറ്റ്നസ് ഉണ്ടെന്ന് നമുക്കറിയാം. ബൗണ്ടറിയിലേക്ക് ഒരു ബോൾ, നമ്മൾ ചേസേഴ്സ് ആയിരുന്നു ബേസിക്കലി. ബോൾ പോകുമ്പോൾ പിന്നാലെ ഓടുക, എന്തിനാ വെറുതെ എക്സ്പോർട്ട് ചെയ്യും, ബോൾ ബൗണ്ടറി കിടക്കും. പക്ഷെ ഇന്ന് നോക്കി ഒരാൾ ബോൾ ഓടി തുടങ്ങി അയാൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം എങ്ങനെ അതിനെ ടാക്കിൽ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം, ബൗണ്ടറി ലൈനിൽ വെച്ചിട്ട് ഒരു ക്യാച്ച് എങ്ങനെ എടുക്കാം. അഥവാ ഇനി 6 പോവാണെങ്കിൽ ആ ബോൾ ബൗൺസ് ചെയ്ത് മേളിലേക്ക് എറിഞ്ഞ് തിരിച്ചു വന്നിട്ട് അത് റീബൗണ്ട് ചെയ്തിട്ട് ക്യാച്ച് എങ്ങനെ എടുക്കാം, അടുത്ത ഫീൽഡർ എങ്ങനെ ചെയ്യും, ഇതെല്ലാം ട്രെയിൻഡ്. ഇതിനെല്ലാം സപ്പോർട്ട് സ്റ്റാഫ് എന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഗാംഗുലിയുടെയും ജോൺറയുടെയും നേതൃത്വത്തിലാണ്. സപ്പോർട്ട് സ്റ്റാഫ് എന്നൊരു സിസ്റ്റം നമുക്ക് ഉണ്ടായിരുന്നില്ല 90s 80s. സപ്പോർട്ട് സ്റ്റാഫിന്റെ പ്രൊഫഷണൽസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം പുറത്തുനിന്നാണ് കൊണ്ടുവന്നു നമുക്ക് ആ സമയത്ത്. അപ്പൊ അവര് സ്പിന്നേഴ്സിന് ഒരു കോച്ച്, ഫീൽഡേഴ്സിന് ഒരു കോച്ച്, ബോളേഴ്സിന് ഒരു കോച്ച്, അതുകൂടാണ്ട് ഈ വീഡിയോ അനലിസ്റ്റ് കൂടാണ്ട് പേഴ്സണൽ ട്രെയിനർ, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ഇത്യാദി എല്ലാ ലെവലിലും മെന്റൽ കണ്ടീഷനിങ് ചെയ്തിട്ടാണ് ഒരു പ്ലെയറിനെ. അയാൾ ഒരു വിധത്തിലുള്ള സ്ട്രെസ്സും അനുഭവിക്കാൻ പാടില്ല. അഥവാ ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, വെൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു 360 ഡിഗ്രി ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നത് ഗാംഗുലി ഒരിക്കലും ഒരു മികച്ച സ്ട്രാറ്റജിസ്റ്റ് ആയിരുന്നില്ല. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഗാംഗുലി ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു എതിരാളി ഞെട്ടിക്കുകയോ ഒന്നും ഒരിക്കലും ചെയ്തിട്ടില്ല. അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരുന്നില്ല ഗാംഗുലി ഒരു അഗ്രസീവ് ക്യാപ്റ്റൻ ആയിരുന്നു. ഗാംഗുലി ഒരു സിംഹമായിരുന്നു. അതായിരുന്നു ശരിക്കും. എന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് നയിക്കാനുള്ള, നെഞ്ഞു വിരിച്ചു നിന്ന് നീ ആരാളെന്ന് ചോദിച്ചാൽ എന്താണെന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റൻ. അതായിരുന്നു അന്ന് നമ്മുടെ ആവശ്യം. ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാര്യം നമുക്ക് അങ്ങനത്തെ ഒരു 10 പേരുണ്ട്. അന്ന് അത് ആ ഒരു ടീമിലേക്ക് എനിക്ക് ഓർമ്മയുള്ളത്, നമ്മളിപ്പം പഴയ കളികളൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പം വേൾഡ് കപ്പിന്റെ ഏതൊരു വേൾഡ് കപ്പിലാണല്ലോ പാകിസ്ഥാനുമായിട്ടുള്ള, എനിക്കൊന്നത് മിയാൻദാദും കിരൺ മോറയുമായിട്ടുള്ള ഒരു ഇത്. കിരൺ മോറെ ഓരോ ബോൾ ചെയ്യുന്ന സമയത്ത് 92 വേൾഡ് കപ്പ് മിയാൻദാദ് അതിനെ അനുകരിക്കുകയും കിരൺ മോറെ ചാടുന്നത് പോലെ അനുകരിക്കുകയും. അപ്പൊ നമ്മളുടെ ഒരു മെന്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങ് താഴെ പോകും. നമ്മളെ സ്ലെഡ്ജ് ചെയ്യുമ്പോഴും അത് നമ്മളെപ്പോഴും ഒരു ജെന്റിൽമാൻസ് ഗെയിം ആയിട്ടാണ് ക്രിക്കറ്റിനെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. ആ അഗ്രസീവ്നെസ് മിസ് ചെയ്യുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഈ ഗാംഗുലിയെ പോലുള്ള ഒരു ക്യാപ്റ്റൻ വളരെ സീരിയസ് ആയിട്ട് ടീമിനെ ഒരു 360 ഡിഗ്രിയിൽ മാറ്റിയ സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത ബാക്കിയുള്ള മെമ്പേഴ്സ് ആരൊക്കെയായിരുന്നു? ഇതിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ സെലക്ഷൻ പോയിന്റിൽ, സെലക്ഷൻ പ്രോസസ്സിൽ ഗാംഗുലി വളരെ ആക്റ്റീവ് ആയിരുന്നു. അതിൽ നമുക്ക് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സേവാഗ് ഒരു 5th ഡൗൺ ബാറ്റ്സ്മാൻ ആയിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ ഒരു 3-4 അല്ലെങ്കിൽ 3-4 അല്ല 30-40 ടെസ്റ്റ് മാച്ചും 1 ഡേ ഇന്റർനാഷണൽസ് എടുത്ത് നോക്കിയാൽ നമുക്ക് പുള്ളിയുടെ പൊസിഷൻ നമുക്ക് മനസ്സിലാവും. പുള്ളി ഒരു 5th ഡൗൺ ബാറ്റ്സ്മാൻ ആയിരുന്നു. അപ്പം ഗാംഗുലി ആളുടെ ഈ സേവാഗിന്റെ അപ്രോച്ച് പഠിച്ചിട്ട് 2002 ഇംഗ്ലണ്ട് ടൂറിൽ വെച്ചിട്ട് സേവാഗിനോട് പറയാണ്, നീ ഓപ്പൺ ചെയ്തു ഒന്ന് പോയിട്ട്. അതൊരു വലിയ സ്റ്റഡി. ഇത് ഗാംഗുലി ഒരു ദിവസം രാവിലെ ഉറക്കം എണീച്ചിട്ട് സേവാഗിനോട് പറഞ്ഞതല്ല നീ പോയി ഓപ്പൺ ചെയ്തു. ഇതിന്റെ പിന്നിൽ ഇവരെല്ലാം ഈ ബാക്ക്ഗ്രൗണ്ട് പ്രൊഫഷണൽസ് എല്ലാം സംസാരിച്ച് അവർ ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് ഇറ്റ്സ് എ സർപ്രൈസ് പാക്കേജ്. ഇന്നിങ്സിന് ആദ്യത്തെ ബോളിൽ 6 അടിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ നമ്മൾ അതിന് മുന്നേ കണ്ടിട്ടുള്ളൂ, അത് ജയസൂര്യ ആയിരുന്നു. പക്ഷെ പിന്നെ നമുക്കുണ്ടായി ദ സുൽത്താൻ ഓഫ് മുൾട്ടാൻ സേവാഗ്. ആദ്യത്തെ ബോളിൽ 6 അടിക്കുക, മിഡ് ഓണിൽ ആദ്യമായിട്ട് എങ്ങനെ പവർ പ്ലേയിൽ 2ൽ കൂടുതൽ പ്ലേയേഴ്സിനെ എങ്ങനെ പുറത്ത് നിർത്താൻ പറ്റും എന്ന് ക്യാപ്റ്റൻസ് ചിന്തിക്കാൻ തുടങ്ങിയത് സേവാഗ് ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. കാര്യം സേവാഗിന്റെ ഒരു അപ്രോച്ച് അങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരുന്നു. പുള്ളി തന്നെ ഇന്ത്യ ടുഡേക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദർ ഇസ് വാട്ട് ഈസ് യുവർ ടെക്നിക് എന്ന് ചോദിച്ചു ജേർണലിസ്റ്റ്. സോ ഈ സെഡ് മൈ ടെക്നിക് ഈസ് വെരി സിമ്പിൾ, ഇഫ് ദർ ഇസ് എ ബോൾ ടു ഹിറ്റ് ഐ വിൽ ഹിറ്റ് ഇറ്റ്. ഇതായിരുന്നു പുള്ളിയുടെ അപ്രോച്ച്. വെരി ഡേഞ്ചറസ് മാൻ. ഒരു ക്യാപ്റ്റനും കാര്യം പുള്ളിക്ക് ഒരു ഹെസിറ്റേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാള്, അത് ഒരു വലിയൊരു ചേഞ്ച് ആയിരുന്നു. അതുപോലെ നമുക്ക് യുവരാജിന്റെയും കെയ്ഫിന്റെയും യുവരാജിന്റെ സെലക്ഷന് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത ഒരാളാണ് ഈ ഗാംഗുലി. അതുപോലെ ഹർഭജൻ 98 പോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ചു കൊണ്ടുവന്നത് അതിൽ മുൻകൈ എടുത്തത് ഗാംഗുലിയാണ്. ഇങ്ങനത്തെ പല മൂമെന്റ്സിലും, പല ടീം സെലക്ഷൻ ആണെങ്കിലും അവരുടെ പൊസിഷനിങ് ആണെങ്കിലും എല്ലാത്തിലും വളരെ ആക്റ്റീവായിട്ട് ഗാംഗുലി മുന്നിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഹി വാസ് എ മെന്റർ വിച്ച് വാസ് നോട്ട് ദെയർ
ഇത് ലാസ്റ്റ് ഡിക്കേഡ്. അപ്പൊ അങ്ങനെ ഒരു ക്യാപ്റ്റൻ അന്ന് അവതരിച്ചു. പക്ഷെ ഗാംഗുലി ഈ പറഞ്ഞ പോലെ ഗാംഗുലി ഒരിക്കലും ഒരു ഫുൾ പാക്കേജ് ആയിരുന്നില്ല. ഗാംഗുലിക്ക് ഒരുപാട് വീക്ക്നെസ് ഉണ്ടായിരുന്നു. ആസ് എ ബാറ്റ്സ്മാൻ പുള്ളിക്ക് ടെക്നിക്കൽ ഫോൾട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓസ്ട്രേലിയ നന്നായിട്ട് മുതലെടുത്ത് അതോടുകൂടി പുള്ളിയുടെ കരിയർ വളരെ ഒരു ഷെയ്ഡിലേക്ക് അങ്ങ് പോയി. 2005, 2006 ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ വെച്ചാണ് നമുക്ക് ഈ ബാറ്റൺ അതിലും മികച്ചൊരു ലെജൻഡ് തിരിച്ചു വരുന്നത്, നമ്മുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ധോണി എന്ന് പറഞ്ഞ ആള്. അപ്പൊ അവിടുന്ന് 2005 ശേഷം പിന്നെ ധോണിയുടെ കാലമാണ്. 2007 ധോണി 2007 വേൾഡ് കപ്പിൽ നമ്മൾ ബംഗ്ലാദേശിനോട് തോറ്റ് ഫസ്റ്റ് റൗണ്ടിൽ പുറത്തതിന് ശേഷമാണ് ദ്രാവിഡിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ധോണിയെ കൊണ്ടുവരുന്നത്. അതൊരു വലിയ മാറ്റമായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്ക് കുറെ കളിക്കാരുണ്ടല്ലോ. ഇപ്പൊ നമ്മള് ഗൗതം ഗംഭീർ, ഹർഭജൻ സിംഗ്, അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാർ ടീമിന്റെ മൊറയിൽ എപ്പോഴും ഒരു ഹൈ ലെവലിലേക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്ത, ഈ പറയുന്ന ശരത്ത് മുമ്പേ പറഞ്ഞ പോലെ ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് പറയാൻ പറ്റുന്ന ഒരു അഗ്രസീവ് ആറ്റിറ്റ്യൂഡുള്ള കുറെ കളിക്കാർ. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ക്രിക്കിൻഫോ ഒരു സർവേ എടുത്തപ്പോ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാല് ഇപ്പോഴത്തെ നമ്മളത്തെ ടോട്ടൽ ഇന്ത്യൻ ടീം എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പാക്കേജിൽ പോലും 2000 to 2005 ഇന്ത്യൻ ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിന്റെ സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ദ സ്ട്രെങ്ത്, ദ ചാം ആൻഡ് ദ വെറൈറ്റി ആൻഡ് ദ അഗ്രഷൻ എന്ന് വെച്ചാല് മിഡിൽ ഓർഡറിൽ യുവരാജും കേഫും തരുന്ന സുരക്ഷിതത്വവും അഗ്രഷനും, ഓപ്പണിംഗിൽ നമുക്ക് അതിന്റെ ഒരു 10 വർഷം 20 വർഷം മുന്നേ ഇല്ലാത്ത കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഓപ്പണേഴ്സ്, സച്ചിൻ ആൻഡ് സെവാഗ്, അഡിഡാസ് അന്ന് അവരെ വെച്ചിട്ട് ഒരു പോസ്റ്റർ പോലെ വരെ ഇറക്കി. അഡിഡാസ് ആലോചിക്കണം, അഡിഡാസ് അവരുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇവർ രണ്ടുപേരും ഒരു ബോക്സിംഗ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു അതായിരുന്നു അതിന്റെ കോൺഫിഡൻസ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ വരുന്നത് ഒരു പടക്കളത്തിലേക്ക് പടയാളികളെ പോലെ, ഗ്ലാഡിയേറ്റേഴ്സിനെ പോലെ അവർ വരുന്നത്. ഓപ്പോസിറ്റ് വരുന്ന ബോളേഴ്സ് ആയിരിക്കും മെഗ്രാത്ത്, സംശയത്തിന്റെ ഇടനാഴികളിൽ കൂടെ ബോൾ ചെയ്യുന്ന മെഗ്രാത്ത്, ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ 2 ബോളേഴ്സ് ബ്രെഡ്ലിയും അക്തറും. അപ്പൊ ഇവരെ എല്ലാം പറഞ്ഞു മഗ്രാത്തിനെ കുറിച്ചുള്ള വിശേഷണം ഒന്നുകൂടെ പറഞ്ഞു. സംശയത്തിന്റെ ഇടനാഴികളിൽ കൂടെ ബോൾ ചെയ്യുന്ന ബോളർ, അതൊരു ഗുഡ് ലക്ക് എന്ന് പറയും. സംശയത്തിന്റെ ഇടനാഴുന്നത് ദ ലൈൻ ഓഫ് ഇൻകൺസിസ്റ്റൻസി ആണോ, ലൈൻ ഓഫ് ഡൗട്ട്സ് ആണോ, അങ്ങനെ എന്തോ ആണ് ആ ഒരു ലൈന് പറയാം. എന്ന് വെച്ചാൽ ഈ ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ എന്ന് വെച്ചാല് അത് എപ്പോഴും ബാറ്റ്സ്മാൻമാരിൽ ഈ സംശയം ജനിപ്പിക്കുന്ന ലൈനാണ്. നമ്മൾ ആ ബോൾ കളിക്കണോ ലീവ് ചെയ്യണോ? വൺസ് ലീവ് ചെയ്ത് ചിലപ്പോൾ അത് ഓഫ് സ്റ്റംപ് കൊണ്ടുപോകും, ചിലപ്പോൾ കളിച്ച സ്ലിപ്പിലേക്ക് പോകും. അത് ഒരു ലൈൻ എന്ന് വെച്ചാൽ അതൊരു ചിലപ്പോൾ ഒരു 1/2 ഇഞ്ചിന്റെ ഒരു ലൈൻ ആയിരിക്കും, ഒരു പാത്ത് ആയിരിക്കും. ആ പാത്ത് മെഗ്രാത്തിന് കറക്റ്റ് ആയിട്ട് അറിയാം. ഒരിക്കലും റൈറ്റ് എപ്പോഴും ലെഫ്റ്റ് ബാറ്റ്സ്മാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് എക്സാക്ട്ലി. അപ്പൊ നമ്മൾ പലപ്പോഴും യൂട്യൂബിൽ നമ്മൾ വീഡിയോ നോക്കുമ്പോൾ കാണാം ചില ബോൾ ലീവ് ചെയ്യുമ്പോൾ ഓഫ് സ്റ്റംപും കൊണ്ട് അങ്ങോട്ട് പോകും. ദാറ്റ് ഈസ് ഹൗ നമ്മൾ എന്തുകൊണ്ട് ബോൾ ചെയ്യുമ്പോൾ നമ്മൾ ഗാർഡ് എടുക്കുന്നത്, മിഡിൽ ഗാർഡ് എടുക്കും, ലെഫ്റ്റ് ഗാർഡ് എടുക്കും. ഇപ്പൊ ഓപ്പണേഴ്സ് എപ്പോഴും മിഡിൽ ഗാർഡ് എടുക്കാം. മിഡിൽ ഗാർഡ് എടുക്കുന്നത് വെച്ചാൽ ഓഫ് സ്റ്റംപ് നമ്മൾ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യണം. ബിക്കോസ് ഫസ്റ്റ് 15 ഓവേഴ്സിൽ നമ്മൾ ടീം ബോളേഴ്സ് എപ്പോഴും അറ്റാക്ക് ചെയ്യുന്ന ഓഫ് സ്റ്റംപ് ആയിരിക്കും. ദേ നെവർ അറ്റാക്ക് മിഡിൽ സ്റ്റംപ്. ബിക്കോസ് മിഡിൽ സ്റ്റംപ് ചെയ്ത് കഴിഞ്ഞാൽ ബോളേഴ്സ് 2 ഫീൽഡേഴ്സ് മാത്രമേ റിങ്ങിന്റെ പുറത്തുണ്ടാവുള്ളൂ. സോ ദർ ആർ ചാൻസസ് ഈ ബാറ്റ്സ്മാൻ വിൽ ടേക്ക് എ ചാൻസ് ആൻഡ് ഹിറ്റ് ഹിം ഫോർ എ സിക്സ്. സോ എപ്പോഴും ഓഫ് സ്റ്റമ്പിന്റെ പുറത്ത്, ഓഫ് സ്റ്റമ്പിന്റെ ഒരു ആ സംശയത്തിന്റെ ഇടനാഴികളിൽ കൂടെ എപ്പോഴും മെഗ്രാത്ത് ഒരിക്കലും ഒരു അതി ഭയാനകമായ ഒരു ഫാസ്റ്റ് ബോൾ ആയിരുന്നില്ല. എപ്പോഴും ഒരു 130, 140 ഇടയ്ക്ക് ബോൾ ചെയ്യുന്ന, ഒരു 135 ഒക്കെ ബോൾ ചെയ്യുന്ന ഒരു പാവം പേസ് ബോൾ ആയിരുന്നു. പക്ഷെ അയാളുടെ ലൈൻ ഭയങ്കര അപകടകാരിയായിരുന്നു. പല ബാറ്റ്സ്മാൻമാരും അറിയാലോ, സച്ചിൻ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ മഹാരഥന്മാരെയും ലാറ മുതൽ പലരെയും ടെസ്റ്റ് ചെയ്ത പുള്ളി കൺസിസ്റ്റന്റ് ആയിരുന്നു. പുള്ളി ഒരിക്കലും ഒരു വേഗത്തിൽ കൂടുതൽ, പുള്ളി ഒരിക്കലും ഒരു 140, 150 ഒന്നും ക്രോക്ക് ചെയ്യാൻ ഒരിക്കലും ശ്രമിച്ചില്ല. പക്ഷെങ്കിൽ അതേ സമയത്ത് അപ്പുറത്ത് നമ്മുടെ അക്തർ ഉണ്ട്, 160 ബോൾ ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ച് ശബ്ദം എടുത്തിട്ട് പറ്റുമെങ്കിൽ ബൗണ്ടറി ലൈനിൽ നിന്ന് ഓടി വന്നിട്ട് ബോൾ ചെയ്യുന്ന, നമ്മുടെ ബ്രെഡ്ലി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ഇന്റർവ്യൂവില് എത്ര അപകടകാരിയാണ് പുള്ളി ഈ അക്തർ എന്നുള്ളത്. അക്തർ ഒരു റൂത്ത്ലെസ് ബോളർ ആയിരുന്നു. പുള്ളിക്ക് ലൈനും ലെങ്ത്തും ഒന്നുമല്ല പ്രശ്നം, പുള്ളി ഹി ജസ്റ്റ് വാണ്ട് ടു ക്ലിക്ക് 160. അതായിരുന്നു പുള്ളിയുടെ. ആരാണ് വഖാർ യൂനിസും? വഖാർ യൂനിസ് ഒരിക്കലും നമ്മൾ സ്പീഡിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വഖാർ യൂനിസ് ഒരിക്കലും 140 ഒക്കെ ടച്ച് ചെയ്ത് ഒന്നും മാത്രമേ ഉള്ളൂ. 140, 145 ഒക്കെ മാക്സിമം
ടച്ച് ചെയ്തെന്നുള്ളൂ. പുള്ളി ഒരു യോർക്കർ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു വഖാർ യൂണിവേഴ്സിറ്റി. പക്ഷെ ഷോയബ് അക്തർ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഇനിയൊരു ഷോയബ് അക്തർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഷോയബ് അക്തർ കൊണ്ടുവന്നൊരു ഓറ എന്ന് പറയുന്നത് അത് വിവിയൻ റിച്ചാർഡ്സ് കൊണ്ടുവന്ന ഒരു സ്വാഗും അതുപോലെ മറഡോണ കൊണ്ടുവന്ന ഒരു ഓറയൊക്കെ ഉണ്ടായിരുന്നു അക്തറിന്. അക്തർ ഒരു ബോളർ ആയിരുന്നില്ല, അക്തർ ഒരു സംഭവമായിരുന്നു. കാര്യം അക്തർ വരുമ്പോൾ തന്നെ പുള്ളിയുടെ ഓട്ടോബയോഗ്രഫിയിലുണ്ട് പറയുന്നുണ്ട്, ചെറുപ്പത്തിൽ പുള്ളിക്ക് ഓടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ പുള്ളി കുന്നിന്റെ മേളിലേക്ക് കയറിയിട്ട് പുള്ളി ഇങ്ങനെ ഓടും താഴോട്ടേക്ക് 2, 3, 4, 5, 10 കിലോമീറ്റർ പുള്ളി ഇങ്ങനെ ഓടും. ഈ ലവ്സ് റണ്ണിങ്. സോ എന്താ അതെങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തു? പുള്ളി ഓട്ടം സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തു. സാധാരണ ഒരു ഫാസ്റ്റ് ബോൾ എടുക്കുന്നതിന്റെ 3 ഇരട്ടി റണ്ണപ്പെടുത്തിട്ടാണ് അക്തർ ഓരോ ബോളും ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നത് പിന്നെ മികച്ച ലോങ് റണ്ണപ്പ് ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളത് അക്തർ തന്നെയായിരിക്കും അല്ലെ? ഷോയബ് അക്തറാണ്. നമ്മുടെ വൈറ്റ് ലൈൻ കഴിഞ്ഞിട്ട് ഇന്നർ ലൈൻ കഴിഞ്ഞിട്ട് അതിന്റെ 10 അടി കഴിഞ്ഞിട്ടുള്ള പുറത്തുള്ള അഡ്വർടൈസ്മെന്റിന്റെ ബ്രാൻഡിങ് കഴിഞ്ഞിട്ട് ഒരു 10 അടി ബാക്കിൽ നിന്നാണ് ഷോയബ് അക്തർ ബോൾ ചെയ്യുക. ബാക്കി എല്ലാ ഫാസ്റ്റ് ബോളേഴ്സും മാക്സിമം റിങ്ങിന്റെ ഒരു എഡ്ജിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണപ്പെടുത്തവർ അവരെ ചെയ്യുള്ളൂ. അത്ര ഓരോ ബോളിനും എടുക്കുന്ന എഫേർട്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ ബോംബെയിൽ വെച്ചിട്ട് ഈ അക്തർ സീനിയർ ടീമിൽ സെലക്ട് ചെയ്യുന്നതിന് മുന്നേ അണ്ടർ-19 ഒരു കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് 92-ലോ 93-ലോ എന്തോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മംഗള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാകിസ്ഥാനിൽ ഒരു ബോളർ ഉണ്ട്, പുള്ളിയുടെ പേര് ഷോയബ് അക്തർ എന്നാ. പുള്ളി ഓരോ ബോളിനും എടുക്കുന്ന എഫേർട്ട് നമ്മൾ കാണേണ്ടതാണ്. ഇറ്റ്സ് ജസ്റ്റ് അമേസിങ്. അപ്പൊ നമ്മുടെ ഒരു ചിതാരുടെ ഇത്രയും വലിയ ബോളർ, പക്ഷെ അധികം താമസിക്കേണ്ടി വന്നില്ല, പുള്ളി വന്നു. അപ്പൊ ബാക്കി ചരിത്രം. പക്ഷെ ഈ പറഞ്ഞ ബോളേഴ്സിനൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞ് ഈ 2003 വേൾഡ് കപ്പിലൊക്കെ പാകിസ്ഥാനെതിരെ നമ്മൾ കളിക്കുമ്പോൾ പാകിസ്ഥാൻ നമുക്കൊരു മോശമല്ലാത്തൊരു ഒരു സ്കോറാണ്, നമുക്ക് 276 ആയിരുന്നു നമ്മൾ ചേസ് ചെയ്യേണ്ടത്. അത് ഒരു വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ അങ്ങനെ ഒരു റൺസ് ചേസ് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പൊ അന്ന് നമ്മളെ തുണച്ചത് നമ്മുടെ ലിറ്റിൽ മാസ്റ്റർ ആയിരുന്നു. അന്ന് ഷോയബ് അക്തറിനെ തേർഡ് മാന്റെ മുകളിൽ കൂടെ 6 അടിച്ചിട്ട് ആ 6 ഇന്നും ഷോയബ് അക്തർ റിമൈൻഡ് ചെയ്യുന്നുണ്ട് പല ഇന്റർവ്യൂസിൽ. അപ്പൊ ഈ പിന്നെ എന്റെ ഓർമ്മയിലുള്ള വേറൊരു മൊമെന്റ്, നമ്മൾ ഈ ഒരു അഗ്രസീവ്നെസ്സിലേക്ക് വന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയ ഒരു മൊമെന്റ് ഫ്ലിൻഡോഫിനായിട്ടുള്ള പ്രതികാരം. നാറ്റ്വെസ്റ്റ് ടൂർണമെന്റില് ഇൻഡീസെന്റ് ആയിട്ടുള്ള സൗരവ് ഗാംഗുലിയുടെ ടീഷർട്ട് ചുഴറ്റിയിട്ടുള്ള പ്രകടനം അല്ലേ? അതെ, അതിന് ചെറിയ ചരിത്രമുണ്ട്. ആ സംഭവത്തിന് അല്ലെ എല്ലാവരും കണ്ടതായിരിക്കും, പക്ഷെ ചരിത്രം നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ ഗാംഗുലി ടീഷർട്ട് ചവിട്ടി മാത്രമാണല്ലോ നമ്മൾ ഓർക്കുക. പക്ഷെ അതിന് മുന്നേ അതൊരു പ്രതികാരമായിരുന്നു ശരിക്കും. അത് ഗാംഗുലി വളരെ പേഴ്സണൽ ആയിട്ടൊരു പ്രതികാരമായിരുന്നു. കാര്യം അതിന് മുന്നേ നടന്നൊരു ഇംഗ്ലണ്ടിന്റെ ഒരു ഇന്ത്യൻ ടൂർ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടൂറിന്റെ ലാസ്റ്റ് ഓഡിയയില് ഇന്ത്യക്ക് ജയിക്കാൻ ലാസ്റ്റ് ഓവറിൽ 12 റൺസ്, ഇന്നത്തെ സെയിം അവസ്ഥ, ഇതേ അവസ്ഥയായിരുന്നു. 12 റൺസ് മതിയായിരുന്നു ജയിക്കാൻ. പക്ഷെ ഇന്ത്യ 4 റൺസിന് തോറ്റു ദയനീയമായിട്ട്. അപ്പൊ അന്ന് അത് സീരീസ് ഡിസൈഡർ ആയിരുന്നു. കാര്യം 2-2 നിൽക്കായിരുന്നു. ലാസ്റ്റ് മാച്ച് ആയിരുന്നു, 5ാമത്തെ മാച്ച് ആയിരുന്നു. ആ കളി ജയിച്ചിട്ട് ആ ഓവർ ചെയ്തത് ഫ്ലിൻഡോഫ് ആയിരുന്നു. ഫ്ലിൻഡോഫ് ആ കളി ജയിച്ചിട്ട് ഫ്ലിൻഡോഫ് ഷർട്ട് ഊരിക്കിട്ട്, ഒരിക്കലും അങ്ങനെ ഒരു ക്രിക്കറ്റിൽ നമ്മൾ ഒരിക്കലും കാണാത്ത കാഴ്ച. ഫുട്ബോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഷർട്ട് ഊരിയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ക്രിക്കറ്റിൽ നമ്മളെപ്പോഴും നമ്മൾ പറയുന്ന ഒരു ജെന്റിൽമാൻസ് ഗെയിമാണ് നമ്മൾ വിചാരിച്ചത്. അപ്പം ഫ്ലിൻഡോഫ് അങ്ങനെ ഒരാളുമാണ്. ഫ്ലിൻഡോഫ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. പുള്ളി അത് സെലിബ്രേറ്റ് ചെയ്തു, പുള്ളി ഷർട്ട് ഊരി ഓടി. പക്ഷെ അത് ഇപ്പോഴും ഇന്നലെ നമ്മൾ യൂട്യൂബ് നോക്കിയാണ് അത് കണ്ടിട്ട് ഒരു 2 മിനിറ്റ് ഗാംഗുലി അതിങ്ങനെ നോക്കിയിട്ട് പുള്ളി തിരിച്ചുപോയി, തല താഴ്ത്തിയിട്ട്. സൈഡ് സീനിൽ ഫ്രണ്ട് പുള്ളി കാണുന്നത്. പുള്ളി തിരിച്ചു. അപ്പൊ നമുക്കും എല്ലാവർക്കും ഇന്ത്യക്കാർ എന്ന രീതിയിൽ നമുക്കത് വലിയൊരു വിഷമം ഉണ്ടാക്കി. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് 2002 നാഷണൽ ട്രോഫി വരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ട് അന്നത്തെ വേൾഡ് റെക്കോർഡ് സ്കോർ 328 എന്നാണ് എന്റെ ഓർമ്മ. 328 ഇന്ത്യ ചേസ് ചെയ്ത് ജയിക്കുന്നു. അത് അന്ന് 145-ന് 5 എന്ന നിലയിൽ ഇന്ത്യ പതറി. നമ്മൾ അതിന്റെ മുന്നത്തെ ചരിത്രം എടുത്തു പോയി കഴിഞ്ഞാല് 145-ന് 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് TV ഓഫാക്കി പോയി കിടന്നുറങ്ങാൻ, രാവിലെ മനോരമ വായിക്കാം, എങ്ങനെ തോറ്റെന്ന് അറിയാം. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ അന്ന് രാത്രി ചരിത്രം കുറിക്കപ്പെട്ടു. ഈ പറഞ്ഞ പ്രൊഫഷണലിസ്റ്റുകളും വീഡിയോ അനലിസ്റ്റുകളും ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനേഴ്സും മെന്റൽ ട്രെയിനേഴ്സും എന്താണ് ചെയ്തത്, അവരുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ വർക്ക് എന്തായിരുന്നു അന്ന് അവിടെ നമ്മൾക്ക് മനസ്സിലായി. ഇതായിരുന്നു ഔട്ട്പുട്ട് എന്ന്. എങ്ങനെ 145-ന് 5 വിക്കറ്റ് പോയ 5 വിക്കറ്റുകളൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാരഥന്മാരാണ്. ഗാംഗുലി പോയി, സച്ചിൻ പോയി, സെവാഗ് പോയി, പിന്നെ 2 പേരും എനിക്ക് ഓർമ്മയില്ല, 2 പേരും പോയി. 5 വിക്കറ്റ് പോയിരിക്കുന്നു. 145-ന് 5 ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. പക്ഷെ അവിടെ വെച്ചിട്ടാണ് കെയ്ഫ് യുവരാജ് എന്ന 2 ആൾക്കാർ അവിടെ ഒത്തുകൂടുന്നത്.
കുംബ്ലെ പോയതിനു ശേഷം കെയ്ഫും ഉണ്ടായിരുന്നു, പിന്നെ ഒരാളും ഉണ്ടായിരുന്നു. അതെ 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 അതെ. അപ്പൊ ഇത് ഈ പാർട്ണർഷിപ്പ്, ഈ 145 എന്ന പാർട്ണർഷിപ്പ് പിരിയുമ്പോ നമുക്ക് ജയിക്കാൻ ഏകദേശം ഒരു 10-35 റൺസ് മതിയായിരുന്നു. വിജയത്തിന് ഓൾമോസ്റ്റ് അടുത്തെത്തി. അവസാന ഓവറിൽ നമുക്ക് ജയിക്കാൻ 5 റൺസ് എന്തോ മതിയായിരുന്നു. 2 ബോൾ ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് കളി ജയിച്ചു. കളി ജയിച്ചത് അവിടെ നിൽക്കട്ടെ, കളി ജയിച്ചപ്പോ ഗാംഗുലിക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഗാംഗുലിക്ക് വാങ്കഡയിൽ വന്നിട്ട് ഒരു 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 വെള്ളക്കാരനെ അവന് ഷർട്ട് ഊരി വാങ്കഡയെ എടുത്ത് ചുറ്റി ഓടാമെങ്കിൽ എനിക്ക് ക്രിക്കറ്റിന്റെ മക്കയായ ലോർഡ്സിൽ ബാൽക്കണിയിൽ നിന്ന് ഷർട്ട് ഊരിയിട്ട് ചുഴട്ടാം എന്ന് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അവിടെ നമുക്കൊരു പുത്തൻ താരോദയായിരുന്നു. ഒരു 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 ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു പുതിയ രൂപമായിരുന്നു. കാര്യം നമ്മൾ ആർക്കും പിന്നിലല്ല. നമ്മൾ ഇനി നമ്മളെ കണ്ട് ലോക ക്രിക്കറ്റിലെ രാജ്യങ്ങൾ ഭയക്കണം. അതുപോലെ തന്നെ സംഭവിച്ചു. അതിനുശേഷമുള്ള എല്ലാ കളികളും ഓസ്ട്രേലിയ ക്രിക്കറ്റിലെ അതുവരെ ഒരു അപ്രമാദിത്വം അതോടുകൂടി പതുക്കെ താഴോട്ട് വന്നു തുടങ്ങി. കാര്യം എല്ലാ മേഖലകളിലും അതിനുശേഷമുള്ള ഓവർസീസ് ക്രിക്കറ്റുകൾ സീരീസുകൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ സിംബാബ്വേയിൽ വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നമ്മൾ സീരീസ് നേടി. അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോയിട്ട് നമ്മൾ സീരീസ് ലെവൽ ചെയ്തു. എത്രയോ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നത്. നമ്മൾ 100 റൺസിന് ഓൾ ഔട്ട് ആവുന്ന ടീം നമ്മൾ അവിടെ പോയി ലെവൽ ചെയ്തു. 2ാമത്തെ പ്രാവശ്യം പോയിട്ട് നമ്മൾ കളി ജയിച്ചു. ഈ ചേഞ്ചസ് അവിടെ അവിടെയാണ് വന്നു തുടങ്ങിയത്. പിന്നെ അങ്ങോട്ടേക്ക് ആ ബാറ്റൺ കൈമാറിയത് ധോണിയിലേക്കാണ്. ശേഷം ചരിത്രമാണ് ധോണി. അതിനു മുമ്പ് ഈ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചാമ്പ്യൻസ് എന്നുള്ള ഗൗരവ് കപൂറിന്റെ ഇന്റർവ്യൂല് ഈ ഒരു മൊമെന്റിനെ കുറിച്ച് സൗരവ് ഗാംഗുലിയോട് ചോദിച്ചു. അപ്പൊ സൗരവ് ഗാംഗുലി പറഞ്ഞു അത് വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യം. പ്രത്യേകിച്ച് ഗാംഗുലിയുടെ മക്കൾ ചോദിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ എനിക്കൊന്നും ഒരു ആ സമയത്തുള്ള ഒരു പ്രായം അല്ലെങ്കിൽ ആ സമയത്ത് ഒരു മൂഡ്, നമ്മൾ ഇത്രയും ഒരു അവഗണന അനുഭവിച്ചിട്ട് ഒരാൾ വന്ന് നമ്മുടെ രാജ്യത്ത് വന്ന് ഇതൊക്കെ കാണിച്ചിട്ട് പോയപ്പം അവിടെ വെച്ച് ചെയ്തു. അതിനകത്ത് പറയുന്നുണ്ട് ഈ VVS ലക്ഷ്മൺ ആക്ച്വലി വലത്തെ കയ്യിൽ പിടിക്കുന്നുണ്ട് ആ സമയത്ത്. അതിന് തൊട്ട് മുമ്പ് ഈ ഷർട്ട് ഊരാൻ പോകുന്ന സമയത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ അത് ആശിഷ് നെഹ്റയാണോ പറഞ്ഞെന്ന് തോന്നുന്നു. ആശിഷ് നെഹ്റയുടെ ഇന്റർവ്യൂവിലാണ് കേട്ടെന്ന് തോന്നുന്നു. അപ്പം ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് പോലും പുള്ളി, ആശിഷ് നെഹ്റ അല്ല കേട്ടോ, ഗാംഗുലിയോട് ഗാംഗുലി തന്നെയാ പറയുന്നത്. അപ്പൊ പറയുന്നുണ്ട് ഈ VVS ലക്ഷ്മൺ ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ട്, അപ്പൊ വേണ്ടാന്ന് വെച്ചിട്ടോ. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് പുള്ളി ഈ ഒരു സെലിബ്രേഷൻ ഷർട്ട് ചുവട്ടി ചെയ്യുക. ഇപ്പോഴും എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആണ്. കാരണം ചില സമയങ്ങൾ ഒന്ന് നമ്മുടെ ഫ്ലിൻഡോഫിന്റെ സിക്സസ്, അതും പിന്നെ ഈ ഗാംഗുലിയുടെ ഈ ഒരു പ്രകടനം, ഇങ്ങനത്തെ ചില സ്പെഷ്യൽ മൊമെന്റ്സ് നമ്മളിപ്പോ ഡൗൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് കണ്ടാൽ മതി, നമ്മൾ വളരെ ചാർജ്ഡ് അപ്പ് ആവും. അപ്പൊ അങ്ങനെ ഒരു ഗാംഗുലി, സിമി അഗർവാളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂല് ഈ ഗാംഗുലി സിമി അഗർവാൾ ചോദിക്കുന്നുണ്ട് യുവരാജിനോട് നിങ്ങൾ എന്തെന്ന് സംസാരിച്ചതെന്ന്. അപ്പൊ യുവരാജ് തമാശക്ക് പറയും വിച്ച് ഹോട്ടൽ വി ആർ ഗോയിങ് ഇൻ ടുഡേ ഈവനിങ്, give me some suggestions. So സിമി അഗർവാൾ ചോദിക്കും അപ്പം നീ എന്നെ സത്യം പറയില്ലല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം പറഞ്ഞു ഇല്ല, അത് ഇവിടെ പറയാൻ പറ്റില്ല, അത് ക്രിക്കറ്റ് ഫീൽഡിൽ അങ്ങനെ പലതും സംഭവിക്കും, നമുക്ക് ചില സംഭവങ്ങൾ ഇവിടെ പറയാൻ പറ്റില്ല. അപ്പം സിമി അഗർവാൾ പറഞ്ഞു ആ പറഞ്ഞ വാക്കുകൾ ജസ്റ്റ് ബീപ്പ് ചെയ്തോളാം ഞങ്ങൾ, നിങ്ങൾ കഥ പറഞ്ഞെന്ന് പറയോ. അപ്പൊ അത് അവിടെ വെച്ചിട്ട് നടന്നത് ശരിക്കും വളരെ പുള്ളിനെ പേഴ്സണലി സ്ലെഡ് ചെയ്തതാണ്. അത് ആക്ച്വലി പുള്ളി സ്ലെഡ് ചെയ്തതാണ്. എന്ന് വെച്ചാൽ നിന്റെ കഴിഞ്ഞ ഓവറിലെ 2 ഷോട്ടും ഒന്നിനും കൊള്ളാത്തതായിരുന്നു എന്ന് പറയുന്നു. അപ്പം പുള്ളി പറയുന്നു നീ ആദ്യം പോയി ബോളിംഗ് പഠിക്കുന്നു പറയുന്നു. അങ്ങനെ അതൊരു വാഗ്വാദത്തിലേക്ക് നീങ്ങാണ്. അവസാനം പറയുന്നു ഐ കട്ട് യുവർ ത്രോട്ട് ഓഫ് എന്ന് പറയുന്നു ആൻഡ്രൂ ഫ്ലിൻഡോഫ്. അപ്പൊ യുവരാജ് പറയുന്നു സീ ദ ബാറ്റ് ഇൻ മൈ ഹാൻഡ്. അങ്ങനെ ആർഗ്യുമെന്റ് ആണ് പോകുന്നത്. സോ ഹി വാസ് ഓൾ ഫയർഡ്. അപ്പൊ പുള്ളി പറയും ചില സമയത്ത് നമുക്ക് ഈ ഫയർ അപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും, ചില സമയത്ത് ബാക്ക് ഫയർ ചെയ്യും. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് അന്നത്തെ അപ്പോഴത്തെ മൂഡിൽ 6 ബോൾ എങ്ങനെയെങ്കിലും അടിച്ച് സ്റ്റേഡിയത്തിന്റെ പുറത്ത് കിടന്നു മാത്രമേ ഉണ്ടായിരുന്നു. ദെർ വാസ് നോ പ്ലാൻ. പക്ഷെ അപ്പുറത്ത് ധോണി ഉണ്ടായിരുന്നു. ധോണി മികച്ച പിന്തുണ വന്നു. അതായിരുന്നു നമുക്ക് 90കളിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല. നമ്മൾ മൈക്കിൾ സ്ലേറ്ററും അലൻ ഡൊണാൾഡും മെഗ്രാത്തും ഒക്കെ നമ്മുടെ ഫീൽഡേഴ്സിനെ, നമ്മുടെ ബാറ്റ്സ്മാൻമാരെ വളരെ മോശമായ രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നു. പക്ഷെ നമുക്കത് മോശമായിട്ടാണ് തോന്നുക. കാര്യം നമ്മളുടെ ഒരു അപ്രോച്ചിലോ നമ്മളുടെ ഒരു മെത്തേഡിലോ ഒന്നും സ്ലെഡിങ് എന്നൊരു നാച്ചുറൽ ആയിട്ട് വരുന്ന സംഭവമല്ല. ശ്രീശാന്തിന്റെ കാര്യം എടുത്ത് പോയി കഴിഞ്ഞാലും
അതൊക്കെ വളരെ നമുക്ക് വളരെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യും സ്ലെഡ്ജ് ചെയ്യുമ്പോൾ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്ലെഡ്ജിങ്ങിന്റെ ഒരു ബ്ലഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡോ നമുക്കില്ല. പക്ഷെ ഒരിക്കലും ഓസ്ട്രേലിയക്കാർ അങ്ങനെയല്ല. അവർ ബേസിക്കലി നമ്മളവിടെ പോയി കളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി അവിടുത്തെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിന്റെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അത് കേൾക്കും മനസ്സിലാവും. അത് അവിടുത്തെ സാധാരണ സംഭവം. നമ്മളവിടെ പോയി ഏത് ഗളി ക്രിക്കറ്റ് കളിച്ചു കഴിഞ്ഞാലും നമുക്ക് ചീത്ത കിട്ടും, നല്ല രീതിയിൽ ചീത്ത കിട്ടും. അത് അവരുടെ ദാറ്റ് ഈസ് ഇൻ ദെയർ ബ്ലഡ്, അത് അവരുടെ സ്ട്രാറ്റജിയാണ്. അത് സ്റ്റീവോ തന്നെ പുള്ളിയുടെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്, ഔട്ട് ഓഫ് മൈ കംഫർട്ട് സോണിൽ പറയുന്നുണ്ട്. ഈ ഒരു വൈറ്റ് ലൈൻ ഫീവർ എന്ന് പറഞ്ഞൊരു പ്രോസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബൗണ്ടറിക്കുള്ളിൽ അവർ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന വെച്ചാൽ ഈ ഗെയിമിനുള്ളിൽ നിയമം അനുവദിക്കുന്ന ഏതറ്റം വരും അത് കളിയാക്കലാവാം, ചിലപ്പം ചീത്ത വിളിക്കലാവാം, പേഴ്സണൽ ഇൻസൾട്ട് ആവാം, അതെല്ലാം ചെയ്യും. പക്ഷെ ഇന്ത്യക്കാർ അത് ഒരുപാട് വൈകാരികമായാണ് എടുത്തത്. അത് തിരിച്ചറിയാൻ നമ്മൾ ഗാംഗുലി വരേണ്ടി വന്നു ആ തിരിച്ചറിയാൻ വേണ്ടി. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇതാണ്, ഇന്ന് ഈ 2 ഓസ്ട്രേലിയൻ സീരീസിലെ 2 കളികളും നമ്മൾ ജയിച്ചു. ഒരെണ്ണം 11 റൺസിന് ജയിച്ചു, ഇന്ന് 6 വിക്കറ്റിന് നമ്മൾ ജയിച്ചു. അപ്പൊ ജയിക്കുന്ന ഒരു ടീം ആണ് നമ്മളിപ്പം കളി. നമ്മൾ ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, കളി കാണാൻ പോലും നമ്മൾ മെനക്കെടാറില്ല. പണ്ടൊക്കെ ഓരോ കളിയും നമ്മൾ കാണുമായിരുന്നു. അപ്പൊ അതിന്റെ പുറകിലുള്ള എനിക്ക് തോന്നുന്നത്, നമ്മൾ ജയിക്കുന്ന ഒരു ടീമായി കഴിഞ്ഞു. ഇനിയിപ്പോ ഒരു സർപ്രൈസിനോ ഒരു എക്സൈറ്റ്മെന്റിനോ ഒന്നും അതിനൊരു സാധ്യതയില്ല. അപ്പം ആ ഒരു മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത് സൗരവ് ഗാംഗുലിയും അതിനുശേഷമുള്ള ആൾക്കാരാണ്. ധോണിയുടെ സമയത്തേക്ക് വന്നപ്പോൾ അത് സ്ട്രാറ്റജിയും ക്യാപ്റ്റൻസിയുടെ വേറെ തലങ്ങളിലേക്കൊക്കെ അത് പോയി. എന്തായാലും ഇന്ത്യൻ ടീമിന് വളരെ നല്ല രീതിയിലുള്ള ഒരു സമയമാണ് ഇപ്പോൾ. 80കളുടെ അവസാനവും 90കളുടെ അവസാനവും കണ്ടൊരു രീതിയല്ല. അതെ, ഇതിപ്പം നമ്മളത് പറയുമ്പോൾ നമ്മൾ ഗാംഗുലിയിൽ നിർത്തരുത്. ഗാംഗുലിയിൽ ഒരിക്കലും നമ്മൾ ഈ കഥ നിർത്തരുത്. കാര്യം ഗാംഗുലി ഒരു ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ഗാംഗുലി ഞാൻ പറഞ്ഞു, ഗാംഗുലി ഒരു മികച്ച സ്ട്രാറ്റജിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. ഗാംഗുലി ഒരു അഗ്രസീവ് ആയിട്ടുള്ള, ഇന്ത്യ അതുവരെ കാണാത്തൊരു ഒരു അഗ്രഷന്റെ ഒരു പാക്കേജ് ആയിരുന്നു. അന്ന് നമുക്ക് വേണ്ടിയിരുന്നു അതായിരുന്നു. പക്ഷെങ്കിൽ സെക്കൻഡ് പാർട്ട് ഓഫ് 2000s വരുന്നത് അപ്പോഴാണ് നമ്മൾ സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ധോണി വരുന്നത്. അവിടെ വെച്ചാൽ നമുക്ക് സ്ട്രാറ്റജി എന്താണെന്നും ജയത്തിനെയും പരാജയത്തിനെയും എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ച്, നമ്മളെന്നല്ല മാനേജ്മെന്റ് വിദഗ്ധരെ പോലും അത്ഭുതപ്പെടുത്തി ഒരു അപ്രോച്ച് കൊണ്ടുവന്നത് ധോണിയാണ്. അതൊരിക്കലും നമുക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ഉള്ളിടത്തോളം കാലം ഒരിക്കലും മറക്കാൻ പറ്റാത്ത പേര് തന്നെയാണ് ധോണി കൊണ്ടുവന്ന സ്ട്രാറ്റജികളും ഫീൽഡിൽ സർപ്രൈസ് ആയിട്ട് നടത്തുന്ന മാറ്റങ്ങളും ബാറ്റിംഗ് ലൈനപ്പിൽ വരുന്ന ഷഫിൾസും എല്ലാം പല എതിരാളികളെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. അത് സ്ട്രീറ്റ് സ്മാർട്ടാണ്. പുള്ളി ജനിച്ചു വളർന്ന റാഞ്ചിയിലെ ഒരു സാധാരണ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന അവിടുത്തെ സ്ട്രീറ്റിൽ കളിച്ച് പുള്ളിയുടെ ഷോട്ട്സ് പോലും, ഹെലികോപ്റ്റർ ഷോട്ട്സ് പോലും അതുവരെ ആരും ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു ഷോട്ടാണ് അത്. എങ്ങനെ അത്രയും ഒരു ചെറിയൊരു ഫോളോ അപ്പില് അത്രയും ഒരു പവർ ഡെലിവറി ചെയ്യുന്ന ഒരു സ്ട്രീറ്റ് സ്മാർട്ടായ ഒരു പ്ലെയറിന് മാത്രമേ പറ്റുള്ളൂ. അത് ധോണി അവിടെ കൊണ്ടുവന്ന അതൊരു ഗ്ലിംസ് ആയിരുന്നു ആ ഹെലികോപ്റ്റർ ഷോട്ട് എന്നുള്ളത്. പുള്ളിയുടെ പാക്കേജ് അതായിരുന്നു. പുള്ളി വേൾഡിലെ ഒരിക്കലും ഒരു മികച്ചൊരു ഒരു വിക്കറ്റ് കീപ്പർ ആയിരുന്നില്ല ധോണി. പക്ഷെ പുള്ളി അത് പ്രാക്ടീസ് ചെയ്ത് വേൾഡിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആൻഡ് ക്വിക്കസ്റ്റ് സ്റ്റംപ് ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പറായി മാറി. ഇപ്പോഴും നമ്മൾ നോക്കി കാണാം, 0.2 seconds പുള്ളി സ്റ്റംപ് ചെയ്തിട്ടുണ്ട്. അതാണ് ആ സ്ട്രീറ്റ് സ്മാർട്ട് ആയിട്ടുള്ളത്. അത് ആ ധോണിയുടെ കീഴിൽ നമുക്ക് പിന്നെ ഇനി ജയിക്കാനൊന്നും ബാക്കിയില്ല. വേൾഡ് കപ്പ് ജയിച്ചു, 2011 വേൾഡ് കപ്പ് ജയിച്ചു, 2007 T20 വേൾഡ് കപ്പ് ജയിച്ചു, ചാമ്പ്യൻസ് ട്രോഫി ജയിച്ചു, 2011 വേൾഡ് കപ്പ് ജയിച്ചു. ഇനി ജയിക്കാനൊന്നും ബാക്കിയില്ല. ധോണി ഈ അൺക്വസ്റ്റ്യനബിൾ ആയി കഴിഞ്ഞു. പിന്നെ കോഹ്ലിയെ നമ്മൾ അണ്ടർ-19 വേൾഡ് കപ്പ് ഒന്ന് പുള്ളി മെന്റർ ചെയ്തിട്ട് പുള്ളിയെ 2011 വേൾഡ് കപ്പിന് 1 down ആക്കി ഇറക്കുന്ന വരെ കൊണ്ടെത്തിച്ചു. ധോണിയുടെ റിട്ടയർമെന്റ് സമയത്ത് കോഹ്ലി ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇനീഷ്യൽ 4 years എന്നെ ഈ ലെവലിൽ എത്തിച്ചു ഒരാൾ, അത് ധോണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ചരിത്രം തന്നെയാണ്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതിനുശേഷം വന്ന് ഇപ്പം അവസാനത്തെ ഒരു 3 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ നമ്മൾ പണ്ട് വിചാരിക്കുന്ന ഒരു വൈകാരികതയോ ഒന്നും ക്രിക്കറ്റില്ല. ഇറ്റ് ഇസ് മോർ ഓഫ് എ റോബോട്ടൈസ്ഡ് വേർഷൻ ഓഫ് നമ്മൾ 90കളിൽ കണ്ടതിന്റെ റോബോട്ടൈസ്ഡ് വേർഷൻ ആണ് ഇപ്പൊ ശരിക്കും പറഞ്ഞത്. IPL മാച്ചസ് വന്നു, 3 മാസം നമുക്ക് തുടർച്ചയായി ലൈവ് മാച്ചസ് കാണാം. എപ്പോ കാണണമെന്ന് വിചാരിച്ചാൽ അപ്പൊ കാണാം കളി. രണ്ടാമത്തെ കാര്യം, ഫിറ്റ്നസ് ടെസ്റ്റുകളൊക്കെ മാറി. ഇപ്പൊ യോയോ ടെസ്റ്റ് ആണ്. എന്താ വെച്ചാൽ യോയോ ടെസ്റ്റ് പാസ്സായി ആൾ മാത്രം, അത് ക്യാപ്റ്റൻ ആണെങ്കിലും യോയോ ടെസ്റ്റ് പാസ്സാവണം. യോയോ ടെസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ഫിസിക്കലി വളരെ സ്ട്രെയിൻ 110% ഫിസിക്കലി ഫിറ്റ്നസ് ആയ ആൾക്കാർക്ക് മാത്രമേ യോയോ ടെസ്റ്റ് പാസ്സാവുള്ളൂ. അത് കോഹ്ലി ആണെങ്കിലും ആ യോയോ ടെസ്റ്റ് പാസ്സായിട്ട് മാത്രമേ ഈ കളിക്കാൻ വരുള്ളൂ. അപ്പം പിന്നെ അത് മാത്രമേ വേൾഡ് ക്ലാസ് ഫീൽഡേഴ്സ്
നമുക്ക് വേൾഡ് ക്ലാസ് എന്ന് വെച്ചാൽ ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ മുതലായ ഫീൽഡിങ്ങിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയി. പിന്നെ ഇതിനകത്ത് നമ്മളൊരു കാര്യം വിട്ടുപോയെന്ന് വെച്ചാൽ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വിട്ടുപോയെന്ന് വെച്ചാൽ, 2000 വരെ നമുക്ക് ഉണ്ടായിരുന്ന നമ്മുടെ ബോളിംഗ് യൂണിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്പിന്നേഴ്സിനെ ഡിപ്പെൻഡ് ആയിരുന്നു. നമുക്ക് ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് പറയുന്നത് കപിൽ ദേവും ശ്രീകാന്തും വെങ്കടേഷ് പ്രസാദും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ 2000 എത്തിയോടെ കഥകളൊക്കെ പതുക്കെ മാറി തുടങ്ങി. അവിടെ സഹീർ ഖാൻ വന്നു, അവിടെ ആശിഷ് നെഹ്റ വന്നു, അതിനുശേഷം മുനാഫ് പട്ടേൽ വന്നു, അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇപ്പം ബുംറ വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ ലൈനപ്പ്. ഫാസ്റ്റ് ബോളേഴ്സിനെ, ഇന്ത്യൻ ഫാസ്റ്റ് ബോളേഴ്സിനെ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് പേടിച്ചു തുടങ്ങി. നമ്മൾ വിശ്വസിക്കില്ല. ദ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററിയില്, ആമസോൺ പ്രൈമിലെ ഡോക്യുമെന്ററിയില് ജസ്റ്റിൻ ലാംഗർ, ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ കോച്ച് പറയുന്നുണ്ട്, ഇന്ത്യ സീരീസ് വൈറ്റ് വാഷ് ചെയ്തിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മടങ്ങിയതിന് ശേഷം അടുത്ത ടീം ശ്രീലങ്ക വന്നപ്പം ടെസ്റ്റിന്റെ തലേദിവസം രാത്രി കിടക്കുമ്പം ലാംഗർ ആലോചിക്കുക, നാളെ രാവിലെ ഇനിയിപ്പം ബുംറയെ ഫേസ് ചെയ്യണ്ടല്ലോ, ഭാഗ്യം. ഇങ്ങനെ ഒരു ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പറയണമെങ്കിൽ നമ്മൾ എത്രത്തോളം വളർന്ന് ആലോചിക്കണം. അതുകൂടാണ്ട് കോഹ്ലി എന്ന് പറഞ്ഞ ഒരാള്, കോഹ്ലി നമ്മളെപ്പോഴും കണ്ടതെന്ന് വെച്ചാല് MCGയിലും സിഡ്നിയിലും നമ്മൾ ബോളേഴ്സ് മുട്ടടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിവിടെ വാങ്കഡയിൽ ഉള്ള ബൗൺസിന്റെ 3 ഇരട്ടി അവിടെ ബൗൺസ് ചെയ്തിട്ട് വിക്കറ്റ് കീപ്പർ മിസ്സായി ചിലപ്പോൾ 6ലേക്ക് പോകും, അങ്ങനെ അത് ബൗൺസ് ചെയ്യാം. അവിടെ നമ്മൾ പോയിട്ട് കോഹ്ലി അവിടെ പോയിട്ട് പുള്ളി ഡിസൈഡ് ചെയ്യാണ്, ഞാൻ ഈ സെക്ഷനിൽ സെഞ്ചുറി അടിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ കളിയുടെ കാര്യം. കോഹ്ലിയെ സ്പ്രെഡ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പൊ നമ്മള് ഒരു ഓസ്ട്രേലിയൻ ടൂർ തുടങ്ങുന്നതിന് മുന്നേ ഓസ്ട്രേലിയൻ കോച്ച് എല്ലാവരോടും പറയുന്നത്, കോച്ച് അല്ലെങ്കിൽ മാനേജ്മെന്റ് എല്ലാവരോടും പറയുന്ന ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഡോണ്ട് ലെറ്റ് കോഹ്ലി. അതാണ് അത് എല്ലാ സീരീസിലും ഇപ്പൊ നടക്കുന്ന സീരീസിലും ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റീവോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റിൻ ലാംഗർ പറഞ്ഞിട്ട്, കോഹ്ലിയെ സ്ലെഡ് ചെയ്യരുത്, കോഹ്ലിയെ സ്ലെഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഹ്ലി വിൽ ഫൈറ്റ് ബാക്ക്. ആ ഫൈറ്റ് ബാക്ക് വളരെ അപകടകരമായിരിക്കും. അപ്പൊ നമുക്ക് പഴയതുപോലെയല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ഒരുപാട് മാറി, അപകടകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ആംഗിളിൽ നിന്ന് നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചും കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ശരത്, നമ്മള് പറഞ്ഞ എത്രേ ഉള്ളൂ, CK നായിഡു അല്ലെങ്കിൽ അജിത് തോഡേക്കർ, ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ആണെങ്കിലും വൺ ഡേ ഇന്റർനാഷണൽ ആണെങ്കിലും അവിടുന്നൊക്കെ നമ്മൾ ഒരുപാട് മുമ്പോട്ട് വന്ന് നമ്മുടെ ഇപ്പൊ ഈ കോഹ്ലിയിലേക്കും രോഹിത് ശർമ്മയിലേക്കും ഒക്കെ എത്തി നിൽക്കുന്ന സമയത്ത് എല്ലാ ക്യാപ്റ്റന്മാരും അവരവരുടെ റോളുകൾ അതാത് കാലത്ത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ഒരു അഭിമാനം, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള കളിക്കാരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പ്രാപ്തരാക്കിയത് സൗരവ് ഗാംഗുലിയും അതിനെ തുടർന്നിട്ട് ബാക്കിയുള്ള കളിക്കാരും ധോണി എന്ന ക്യാപ്റ്റനും ഒക്കെയാണ്. അപ്പം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു സുവർണ കാലഘട്ടം ഇതിനേക്കാട്ടിലും ഉയരത്തിൽ വരാൻ ഇടവട്ടെ. അതുപോലെ തന്നെ ഇതേ ഒരു അപ്രോച്ച് മറ്റുള്ള സ്പോർട്സിലും ഇന്ത്യ എടുക്കാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് ഈ ഒരു എപ്പിസോഡ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഴയ ഒരു 80കളുടെ അവസാനത്തിലും 90കളിലൊക്കെ കളി കാണുന്ന ഹൃദയത്തിന് എപ്പോഴും മുറിവേൽക്കുന്ന ഒരു ആരാധകൻ, ഇന്ത്യൻ ടീമിന്റെ ആരാധകൻ എന്നുള്ള രീതിയിൽ നിന്ന് ഏത് കളിയും അനായാസേന, ഇന്നത്തെ കളി ഉൾപ്പെടെ അനായാസേന ജയിക്കുന്ന ഒരു രീതിയിലേക്ക് ടീമിന്റെ മാനസികവും ശാരീരികവുമായ രീതിയിൽ എത്രയോ മുമ്പിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ഒരു ആരാധകന്റെ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ എപ്പിസോഡിന്റെ ഉദ്ദേശമായിരുന്നത്. ശരത് അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. താങ്ക് യു സോ മച്ച് ശരത്. ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മനസ്സിലാക്കാൻ പറ്റി. ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ വളരെ ഇൻഡെപ്ത് ആയിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റാൻ സാധ്യതയുള്ള ഒരു സ്പോർട്സ് ആണ്. ശരത് ഒരുപാട് കാര്യങ്ങൾ അതിന് പറഞ്ഞു തന്നു. ഹോപ്പ് ടു മീറ്റ് യു സൂൺ. താങ്ക് യു സോ മച്ച് ശരത്. താങ്ക് യു അരവിന്ദ്. ഓപ്പർച്യൂണിറ്റിക്ക് വലിയ നന്ദി. ഈ ക്രിക്കറ്റ് നമുക്ക് ഏത് പാതിരാത്രി വിളിച്ച് സംസാരിച്ചാലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അരവിന്ദ് പറഞ്ഞ പോലെ ഇതിനെ ഒരുപാട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതും, അതുപോലെ ക്രിക്കറ്റിന്റെ തലസ്ഥാനത്ത് നിന്ന് തലശ്ശേരിയിൽ നിന്ന് വന്നതുകൊണ്ടും, പിന്നെ ഇവിടെ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാനും അമ്പയറിങ് ചെയ്യാനൊക്കെ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു ഹോബി ആയിട്ട് തന്നെ ഇപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ സന്തോഷം. വീണ്ടും നമുക്ക് കാണാം, സംസാരിക്കാം. ഇന്ന് നമ്മൾ കേട്ടത് ഓസ്ട്രേലിയയും ഇന്ത്യയുമായിട്ടുള്ള സീരീസിലെ 2ാമത്തെ വിജയത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഒരു ക്രിക്കറ്റിനെ കുറിച്ച് വളരെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ചാലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ എപ്പിസോഡ് ഉണ്ടായത്. പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും പുതിയ സബ്ജക്റ്റുമായി എത്തുന്നവരെ വീണ്ടും കാണാം. നന്ദി.